നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമുക്കിടയിൽ ഒരു വലിയ അകൽച്ചയുണ്ട് സാർ. അകൽച്ചയെന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടുള്ള അകൽച്ചയല്ല. ഭാര്യയും ഭർത്താവും രണ്ടിടത്ത് കിടക്കുന്നു. എന്തായാലും ആ സങ്കടങ്ങളൊക്കെ മാറിപ്പോവാ. നാളെ കഴിഞ്ഞ പിന്നെ എന്റെ സ്ഥാനം ഈ കട്ടില്ല. ഇനി ആരെയും പേടിക്കാതെ സാറിനോട് ചേർന്ന് നടക്കാം. സാറിനോട് തമാശ പറയാം, ചിരിക്കാം. നാളെ സൂര്യൻ ഉദിക്കാൻ എന്നെപ്പോലെ ആരും കാത്തിരിക്കുന്നുണ്ടാവില്ല. മുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും തുറന്നു പറയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്നറിയില്ല, എന്റെ ഹൃദയം അങ്ങ് നിറഞ്ഞൊഴുക. വാക്കുകളൊക്കെ ഞാൻ അറിയാതെ തന്നെ പുറത്തേക്ക് വരിക. ഞാൻ പറഞ്ഞ ഈ വാക്കുകള് എനിക്കും കൂടി വേണ്ടിയാ സാർ. ഞാനും മനസ്സ് കൊണ്ട് നടന്ന ആഗ്രഹങ്ങളാ. നാളെ നേരം വെളുക്കാൻ വേണ്ടി ഞാനും അതിനു വേണ്ടി കാത്തിരിക്കുക. ഒരു മിനിറ്റ്. ഹലോ GM. മാഡം, ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. മാഡത്തിന്റെ തീരുമാനം അറിയണം. എന്താ? മാഡം, കോഴിക്കോട്ടേക്ക് നമ്മുടെ ഒരു ലോഡ് പോരുന്നു. കോഴിക്കോട് ഡീലർ നമ്മുടെ ലോഡിനായി കാത്തു നിൽക്കുക. വയനാട് ഡീലർക്കും പ്രോഡക്റ്റ് കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ മാഡം, കോഴിക്കോടാണ് ഫാസ്റ്റ് മൂവിങ്. വയനാട് 2 ദിവസം വൈകിയാലും സാരമില്ല. അപ്പോൾ ലോഡ് കോഴിക്കോട് ഡീലർക്ക് സപ്ലൈ ചെയ്യാലോ. മാഡത്തിന്റെ ഡിസിഷൻ അറിയാൻ വേണ്ടി വിളിച്ചതാ. അച്ഛൻ അല്ല, ചെയർമാൻ എന്ത് പറഞ്ഞു? സാറെന്തോ തിരക്കില്ല. മാഡത്തിനോട് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാ ചെയ്യാൻ പറഞ്ഞു. ഓ, ആദ്യം ആവശ്യപ്പെട്ടത് വയനാട് ഡീലറാണോ കോഴിക്കോട് ഡീലറാണോ? അത് വയനാട് ഡീലറാ. പക്ഷെ വയനാട് സെയിലാവുന്നതിന്റെ 3 ഇരട്ടിയാ കോഴിക്കോട് സെയിലാവുന്നത്. കോഴിക്കോട് ഡീലർ പേയ്മെന്റ് അഡ്വാൻസാ. വയനാട് ഡീലർ പല സമയത്തും ഡിലേ വരുത്തുന്നുണ്ട്. ആദ്യം ആവശ്യപ്പെട്ടത് വയനാട് ഡീലർ അല്ലേ? അതെ മാഡം. അപ്പോ ലോഡ് വയനാട് ഡീലർക്ക് നൽകണം, മാറ്റമില്ല. പിന്നെ വയനാട്ടിലെ സെയില് കുറവാണെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാന്ന് പഠിക്കണം. സെയില് വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് റിപ്പോർട്ടും തരണം. അതുപോലെ തന്നെ പേയ്മെന്റിന് ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ അതിനും കൃത്യമായൊരു വിശദീകരണം ആവശ്യപ്പെടണം. നിലവിലെ ഡീലർക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് പുതിയ ആളെ വെക്കാലോ. ശരി മാഡം. പക്ഷേ നമ്മുടെ ഭാഗത്ത് കാര്യങ്ങൾ എപ്പോഴും 100% സത്യസന്ധമായിരിക്കണം. ആദ്യം ആവശ്യപ്പെടുന്ന ആരാണോ അവർക്കായിരിക്കണം മുൻഗണന. അതിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും വേണ്ട. അതിൽ നിന്നുള്ള താൽക്കാലിക നേട്ടങ്ങളും വേണ്ട. അങ്ങനെ ഉണ്ടാക്കുന്ന ചെറിയ ലാഭം മറ്റേതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും വലിയ നഷ്ടം ഉണ്ടാവും. ഓക്കെ മാഡം, താങ്ക് യു. ശരി. ശ്യാമേ, ഗുഡ് ഡിസിഷൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.